ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് നോക്കുന്നത് മോഡ്യൂൾ 2 ലെസൺ നമ്പർ 9 ഈ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് അക്വാട്ടിക് എക്കോസിസ്റ്റമാണ്. വെള്ളത്തിലുള്ള എക്കോസിസ്റ്റത്തെ കുറിച്ചാണ് ഇന്ന് പഠിക്കാം. ഹലോ, ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് അക്വാട്ടിക് എക്കോസിസ്റ്റം. അതിൽ പോണ്ട്, ലേക്ക്, മറൈന്, സ്ട്രക്ചർ ഓഫ് അക്വാട്ടിക് എക്കോസിസ്റ്റം, ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് അക്വാട്ടിക് എക്കോസിസ്റ്റം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അക്വാട്ടിക് എക്കോസിസ്റ്റം റേഞ്ച് ഫ്രം ഓപ്പൺ ഓഷ്യൻ ടു സ്മോൾ പോണ്ട് വരെ ബാധിച്ചു കിടക്കുന്നതാണ്. അക്വാട്ടിക് എക്കോസിസ്റ്റത്തിനെ ക്ലാസിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്രഷ് വാട്ടർ ഉണ്ട്, ലേക്ക്, പോണ്ട്, സ്റ്റീം, റിവർ. മറൈൻ ഉണ്ട്, സാൾട്ട് ലേക്ക്, സീ, ഓഷ്യൻ. എസ്റ്റുറിയൻ ഉണ്ട്, വാട്ടർ ബോഡി ഹാവിംഗ് മിക്സ് ഫ്രഷ് വാട്ടർ ആൻഡ് സീ വാട്ടറും കൂടെ ചെയ്യുന്നതാണ്. ഫ്രഷ് അക്വാട്ടിക് എക്കോസിസ്റ്റം ക്ലാസിഫൈഡ് ഇൻ ടു ഫ്രഷ് വാട്ടർ ആൻഡ് മറൈൻ എക്കോസിസ്റ്റം. രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ എന്തെന്ന് പറയും? എസ്റ്റൂരിയസ്, ESTUARICS എന്ന് പറയും. അഡോപ്ഷൻ ഓഫ് ഓർഗാനിസം to aquatic environment varying in degree and diversity. Organisms such as a fish live exclusively in water while others such as a frog, crocodile ഇത്തരം കാര്യം രണ്ടിലും ജീവിക്കുന്നതിന് അതിനെ പറയുന്ന പേരാണ് ആംബിബിയൻസ്. AMPHIBIOUSM. ഓർഗാനിസം ലൈക്ക് ചിലരെന്ത് സലൈൻ വാട്ടറിൽ മാത്രം ജീവിക്കുന്ന ചില ജീവികളുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രഷ് വാട്ടറിൽ പോണ്ട്, ലേക്ക്, ടൈപ്പ് ഓഫ് ലേക്കുകളാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ടൈപ്പ് ഓഫ് ലേക്കിൽ ഒന്ന് ഗ്ലൈസർ ആണ്. ഗ്ലൈസർ ലേക്ക് എന്ന് പറയും. അതായത് മഞ്ഞ് മൂടിയത്. ലാർജ് റിവർ ഓഫ് ഐസ് വിച്ച് ഫ്ലോ വെരി സ്ലോ ഡൗൺ ഇൻ വാലി. അടുത്തതാണ് ടെക്ടോണിക് ലേക്ക് എന്ന് പറയുന്നത്. അടുത്തതാണ് ഓക്സ്ബോ ലേക്ക് എന്ന് പറയുന്നത്. ലേക്ക് ഫോംഡ് ബൈ വോൾഗാനിക് ആക്ടിവിറ്റി ഉണ്ട്. ലേക്ക് ഫോംഡ് ബൈ വിൻഡ് ആക്ഷൻ ഉണ്ട്. റിവർ ഉണ്ട്, സ്ട്രീം ഉണ്ട്, മറൈൻ ഉണ്ട്, ഓഷ്യൻ ഉണ്ട്, സീ ഉണ്ട്. അപ്പോൾ ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റത്തെ കുറിച്ച് ബയോട്ടിക് കോമ്പോണൻസുകളാണ് പ്ലാങ്ക്ടോൺസ്, സൂ പ്ലാങ്ക്ടോൺസ്, അക്വാട്ടിക് ഇൻസെക്ട്സ്, ഫിഷ്, റെപ്റ്റൈല്, ബേർഡ്, ലിറ്റോർവസ്. അബോട്ടിക് ജീവനില്ലാത്ത കോമ്പണന്റുകളാണ് ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് പ്രെസിപ്പിറ്റേഷൻ, ജിയോളജി, സോയിൽ, സൺലൈറ്റ്, വാട്ടർ, pH ആൻഡ് മിനറൽസ്. ബയോട്ടിക് കമ്പോണൻസുകളിലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. ദർ ആർ 2 ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ. സ്മോൾ, മൈന്യൂട്ട് ഓർ മൈക്രോബിക് ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് കോൾഡ് ആസ്. അത്തരം ഫ്ലോട്ട് ചെയ്തെടുക്കുന്ന പ്ലാന്റുകളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഫോട്ടോപ്ലാക്ടോൺ എന്ന് വിളിക്കുന്നത്. വിച്ച് ഈസ് ഓഫൺ കോൾഡ് ആസ് ആൽഗ എന്ന് പറയും. സെക്കൻഡറി പ്രൊഡ്യൂസേഴ്സ് ഓർഗാനിസം ഈസ് എ റൂട്ട് ഓർ ലാർജ് ഫ്ലോട്ടഡ് പ്ലാന്റ് ആണ്. റൂട്ട് ഉള്ളതോ അല്ല എങ്കിൽ ലാർജ് ഫ്ലോട്ടഡ് പ്ലാന്റ് വിച്ച് ഈസ് ഫൗണ്ട് ഗ്രോ ഇൻ എ ഷാലോ വാട്ടർ ഏരിയ. കൺസ്യൂമേഴ്സ്, പ്രൈമറി കൺസ്യൂമേഴ്സ് ആണ് സൂം പ്ലാറ്റ്ഫോംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സസ്യം കഴിക്കുന്ന ഹെർബിവേഴ്സ്. ഫീഡ് ഡയറക്റ്റ്ലി ഓൺ ലിവിങ് പ്ലാന്റ്സ് റിമൈനിങ് ദോസ് പ്ലാന്റ്സ്. സെക്കൻഡറി കൺസ്യൂമേഴ്സ് കൺസിസ്റ്റ് ഓഫ് ദി കാർണിവേഴ്സ് ഇൻക്ലൂഡിങ് ഫിഷസ്. ഇൻസെക്ട്സും ഉണ്ടാകും. അതുപോലെ ഡീകമ്പോസേഴ്സിന് മെയിനായിട്ടുള്ളത് ബാക്ടീരിയയാണ്. ലാർജ് നമ്പർ ഓഫ് ദോസ് ഓർഗാനിസം ക്യാൻ ഫൗണ്ട് ഇൻ ദി മഡ് at the bottom of aquatic environment where the dead bodies of plants, animals accumulate ചെയ്യുന്നുണ്ട്. The feed of dead organic matters under favorable climate condition. Decomposition of a dead matters occur rapidly. Some saprotropous എന്ന് പറയുന്നുണ്ട്. TROPHS എന്ന് പറയുന്നത്. In aquatic system, alga and other microplant grows, perform photosynthesis in the presence of sunlight. These plants become food for microbic animals and small fishes. Oxygen released during photosynthesis is absorbed by fish with their GILL and expel carbon dioxide. Carbon dioxide is utilized by plants during photosynthesis. If the algae disappear in this ecosystem, means everything else would be affected.
Next we go on to the structure of pond ecosystem. Producers നമ്മൾ നേരത്തെ പറഞ്ഞു pond ecosystem മാത്രമുള്ള പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. പ്രൊഡ്യൂസേഴ്സ് എപ്പോഴും ആൽഗകളോ സ്മോൾ പ്ലാന്റ്സുകളോ ആയിരിക്കും. ദെൻ മാക്രോഫീറ്റ്സ് ഉണ്ട്, ലാർജ് റൂട്ടുള്ള പ്ലാന്റ്സുകളെയാണ് അതങ്ങനെ പറയുന്നത്. ചെറിയ മോളുള്ള ആൽഗകളെയാണ് നേരത്തെ പറഞ്ഞു കൺസ്യൂമേഴ്സ്. അതുപോലെ പ്രൈമറി കൺസ്യൂമേഴ്സ് സൂ പ്ലാറ്റ്ഫോം, സെക്കൻഡറി കൺസ്യൂമേഴ്സ് ഫിഷസ്, ഇൻസെക്ടേഴ്സ്, ടെറിഷറി അതിൻ്റെ മുകളിലുള്ള വലിയ ഫിഷസ് ടോട്ടോറിയസ്. അതുപോലെ തന്നെ ഡീകമ്പോസേഴ്സ്, മൈക്രോ ഓർഗാനിസം അല്ലെ, ഡെഡ് മാറ്റർ ഏറ്റവും കൂടുതലുണ്ടാവും ഭൂമിയുടെ അടിയിലാണ്. അതിൻ്റെ ഇത് കൃത്യമായിട്ട് എഴുതി പഠിക്കേണ്ടതാണ്. അടുത്തത് വീണ്ടും ബയോട്ടിക് കമ്പോണന്റ് എക്സാമ്പിൾസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി ഓരോന്നിൻ്റെയും പ്രത്യേകം ഫിഗർ കാണിച്ചിരിക്കുകയാണ്. ഫോട്ടോപ്ലാക്ടോൺ എന്ന് പറയുന്നത് ആൽഗയാണ്, ഗ്രീനിഷ് കളർ ആയിരിക്കും, അതാണ് പ്രൊഡ്യൂസേഴ്സ്. പോണ്ടിലായാൽ ബാക്കി ഇപ്പോൾ ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്നത് ഈ എന്താണ് പറയുക ഫോട്ടോപ്ലാക്ടോൺ ആണ്. പോണ്ട് ഓർ ലേക്ക് ഹാസ് എ ലാറ്ററൽ സോൺ കണ്ടെയ്നിങ് റൂട്ടഡ് വെജിറ്റേഷൻസ്. ഇതാണ് റൂട്ടഡ് വെജിറ്റേഷൻസ്, ആ സൈഡിൽ കാണിച്ചിരിക്കുന്നതാണ്. ആ റൂട്ടഡ് വെജിറ്റേഷൻസിൽ എന്തുണ്ടാവും, റൂട്ട് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഡിപ്പെൻസ് അപ്പോൺ ടെമ്പറേച്ചർ. വാം അപ്പർ പാർട്ട് ഓഫ് ദ ലേക്ക് ഈസ് കോൾഡ്, ഓരോന്നിനും വെവ്വേറെ പേരുണ്ട്. ലേക്കിൻ്റെ വാം അപ്പർ പാർട്ടിന് എലിമിനോൺ, ELIMNION എന്ന് പറയും. ദ കൂൾഡർ ലോവർ പാർട്ടിന് ഹൈപ്പോലുമിൻ എന്നും പറയും. HYPOLIMNION എന്ന് പറയും. ടു സോൺ സെപ്പറേറ്റഡ് ബൈ തെർമോക്ലൈം സോൺ എന്ന് പറയും, രണ്ടിന് ഇടയിലുള്ളത്. വിച്ച് ആക്ട് ആസ് എ ബാരിയർ ഓഫ് എക്സ്ചേഞ്ചിങ് ഓഫ് materials within the pond. During the rainy season, entire water body gets some temperature during the mixing. During non-rainy season, very small amount of mixing occur by the surface wave due to the prevailing of wind flow. Primary producers ഉണ്ട്. പിന്നെയുണ്ട് ആൽഗകൾക്ക് വേറെ പേരുള്ളത്. അതുപോലെ മൈക്രോസ്കോപ്പിക്, ഇതാണ് ആ സാധനം. ഓരോന്നിൻ്റെയും ഫിഗറിന് താഴെ അതെന്താണെന്ന് കാണിച്ചിട്ടിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പ്രൈമറി പ്രൊഡക്ഷൻ ഓഫ് എ സ്റ്റാൻഡിങ് വാട്ടർ എക്കോസിസ്റ്റം ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കെമിക്കൽ നേച്ചർ ഓഫ് the basin and import from the surrounding ecosystem. Shallow lake are usually more fertile than the deep one. The lake often classified into few food ഉള്ളതുകൊണ്ട്, അതുപോലെ എൻട്രോപിക് ഉണ്ട്, അതായത് ഗുഡ് ഫുഡ് ഉള്ളതുകൊണ്ട്. ഡിപ്പെൻഡ്സ് അപ്പോൺ their productivity. The organization, that is structure and function of the pond has a fresh water ecosystem is already ബ്ലൂ റെവല്യൂഷൻ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഫോണ്ട്, കൾച്ചറിങ് ഫിഷസ്, മീൻ വളർത്തൽ കൂടുതലാക്കി ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ആർട്ടിഫിഷ്യൽ പോണ്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എക്കോസിസ്റ്റത്തിലുള്ള വേരിയസ് ജീവികൾ, സ്വം പ്ലാറ്റ്ഫോമുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതുപോലെ അതിൽ സിപ്പോഡ്സ്, ഇതെല്ലാം മാംസാഹാരികളാണ്. ഇനി ലേക്കിനെ കുറിച്ചാണ്. ലേക്ക് എന്ന് പറയുന്നത് ഈസ് എ ലാർജ് നാച്ചുറൽ ഷാലോ വാട്ടർ ബോഡിയാണ്. ലേക്ക് എന്ന് പറയുന്നത് നേരത്തെ പോണ്ടാണ്, കെട്ടിക്കിടക്കുന്നതാണ്. ലേക്കും കെട്ടിക്കിടക്കണേ, പക്ഷേ പോണ്ടിനേക്കാളും കുറേയും കൂടി വിസ്താരം ഉണ്ടായിരിക്കും. ലേക്ക് യൂസ് വേരിയസ് പർപ്പസസ്. ലേക്ക് സപ്ലൈ വാട്ടർ ഫ്രം റെയിൻഫാൾ, മെൽറ്റിംഗ് സ്നോ ആൻഡ് സ്ട്രീം. നമ്മുടെ നാട്ടിലൊക്കെ മഴ പെയ്തിട്ട് തന്നെയാണ്. ബാക്കിയുള്ളടത്ത് ഉയരം കൂടുന്ന സ്ഥലത്ത്, ഹിമാലയം പോലുള്ള ഭാഗങ്ങളിൽ എന്തുണ്ട്, മഴ അല്ലാതെ തണുത്തിട്ടും ചെയ്യുന്നുണ്ട്. ഇതിലും ഡിഫറെൻറ്റ് ടൈപ്പ് ലേക്കുകളുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കാനുള്ളത് ഡിഫറെൻറ്റ് ടൈപ്പ്, പിന്നീടുള്ളതിൻ്റെ സ്ട്രക്ചറാണ്. ഓക്കെ, അതിൻ്റെ സ്ട്രക്ചറിലും നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെയാണ് സ്ട്രക്ചർ ഉള്ളത്. അല്ല, ഡിഫറെൻറ്റ് സോണായി തിരിച്ചിട്ടുണ്ട്. ലേക്കിലും പോണ്ടിലും എല്ലാം തന്നെ ടെമ്പറേച്ചർ ബേസിസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫറെൻറ്റ് സോണായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫ്ലോട്ടിംഗ് പ്ലാന്റ്, എമർജിങ് പ്ലാന്റ്, ടെറിസ്റ്റേറിയൽ പ്ലാന്റുകളുണ്ട്.
ഉണ്ടാവും. ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് അക്വാട്ടിക് സിസ്റ്റം ആണ് ലൈക്ക് പോണ്ട് ടിപ്പിക്കലി കണ്ടെയ്ൻ ഡൈവേഴ്സിറ്റി ഓഫ് ഓർഗാനിസം, പെർഫോം ഡിഫറെൻറ്റ് എക്കോ ഫങ്ഷൻ, ഫ്രഷ് വാട്ടർ ആണ് നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്നു. വാട്ടർ ഈസ് ഹൈലി കേപ്പബിൾ ഓഫ് ഹീറ്റ് ആൻഡ് എർത്ത് മോസ്റ്റ്ലി കവർ വാട്ടർ ആണ്. രണ്ട് പ്ലാങ്ക്ടോണുകൾ ഏറ്റവും കൂടുതൽ ലേക്കിൽ വിത്തൗട്ട് ദർ ഈസ് ഇനഫ് ഓക്സിജൻ സപ്പോർട്ട് ഉണ്ട്. അതുപോലെ ഏറ്റവും കൂടുതൽ ഫ്രഷ് മീനുകൾ ഉണ്ടാവുന്നതും ജീവിക്കുന്നതും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതും എന്താണ്, ഇതെല്ലാം അക്വാട്ടിക് സിസ്റ്റത്തിൻ്റെ പ്രത്യേകിച്ചും പോണ്ടിൻ്റെയും ലേക്കിൻ്റെയും എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അടുത്തത് സ്ട്രീം അല്ലെങ്കിൽ റിവർ എന്ന് പറയുന്നത്. റിവർ എന്നോ അല്ലെങ്കിൽ സ്ട്രീം എന്നോ പറയുന്നത് ഫ്ലോയിങ് ഫ്രഷ് വാട്ടർ ബോഡിയാണ്. നമുക്കെല്ലാം അറിയാം ഹിസ്റ്ററി ഓഫ് മാൻ ഹാസ് ബീൻ ഷേപ്ഡ് ബൈ റിവർ വിച്ച് പ്രൊവൈഡ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ മീൻസ് ഓഫ് വേസ്റ്റ് ഡിസ്പോസൽ. റിവറിൻ്റെ ഫ്ലോ ഫ്രം ഹൈ ടു സ്മോൾ വരെ ലേക്ക് അല്ലെങ്കിൽ ഓഷ്യനിലേക്ക് വരുന്നത് വരെ ഉള്ളതാണ്. ഇതൊരു കുന്ന് പോലുള്ള ഭാഗം. അതിന് ശേഷം അതിൻ്റെ ട്രിബ്യൂട്ടറീസ്, മെയിൻ റിവർ, ഫ്ലോട്ട് പ്ലെയിന്, അതുപോലെ ഡെൽറ്റ ഉണ്ടാക്കുന്നത് റിവറിൻ്റെ മൗത്ത്. ഇങ്ങനെ വാട്ടർ ബ്രോക്ക്, സ്ട്രീം, റിവർ ഫ്ലോ ഫ്രം മെൽറ്റിംഗ് സ്നോ, rain and spring. Plants have a hard time growing in the fast moving of water. Animal rarely seed, leaf and small in water. ഓക്കെ, കാരണം വെള്ളം ഒഴുകുന്ന രീതിയിലുള്ള സംവിധാനമാണ് അതിലുള്ളത്. ഓക്കെ, അടുത്തത് റിവർ എക്കോസിസ്റ്റമാണ്. റിവർ എക്കോസിസ്റ്റം ആസ് എ പ്രൈമർലി നമുക്കറിയാം ഒരു എന്താണ് ലോട്ടിക് ആണ്, LOTIC. ലോട്ടിക് എന്ന് പറഞ്ഞാൽ ഫ്ലോയിങ് വാട്ടർ എന്നാണ് അർത്ഥം. റണ്ണിങ് വാട്ടർ എക്കോസിസ്റ്റം ആണ്. ഹാസ് വാട്ടർ കറണ്ട് ഉണ്ട്, അല്ലെങ്കിൽ വാട്ടർ ഈസ് ഇൻ മോഷൻ ആണ്. മെയിൻ റിവർ ഇന്ത്യയിലുള്ളതാണ് ഗംഗ, യമുന, ബ്രഹ്മോത്രി, തുംഗഭദ്ര, കാവേരി. കേരളത്തിലേക്ക് വരുമ്പം ഭാരതപ്പുഴ, കബിനി, പാറ്. അതുപോലെ തന്നെ രണ്ട് കോമ്പണന്റ്, ജീവനുള്ളതുണ്ട് ജീവനില്ലാത്തവയുണ്ട്. ജീവനില്ലാത്ത കോമ്പണൻസുകളാണ് സോയില്, വാട്ടർ, ടെമ്പറേച്ചർ. അതുപോലെ തന്നെ ബയോട്ടിക് കോമ്പണൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ബയോട്ടിക് കോമ്പണൻസിൽ പ്രൊഡ്യൂസേഴ്സ് പ്ലാങ്ക്ടോൺ. പോപ്പുലേഷൻ ഈസ് ജനറലി ആബ്സെന്റ് ഇൻ ദ റീജിയൻ ഓഫ് റാപ്പിഡ് കറന്റ് ഓഫ് കൂൾഡ് വാട്ടർ പ്രസന്റ് ഇൻ ദ റിവർ at the region where the river become wide of the water current. Water current എന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ ഫ്ലോ ഉണ്ട് എന്നാണ് അർത്ഥം. Are slow and sediment deposit of the river bed. The temperature of the water increases due to more sunlight. As a result of photosynthesis rate and biological activity become high. The lower reach of the river water current further reduce, and both photoplankton and zooplankton are quite common in the region. The nature and composition of the fungi are reasonable for the lake. Consumers നമുക്കറിയാം ഫിഷസ് ആണ് അല്ലേ, ലൈക്ക് ഹൂക്ക്, HOOKS, കാഡിഷ് ഫിഷസ് ഉണ്ട്. അതുപോലെ ഒരുപാട് പേരില്ല, സ്നെയിൽസ് ഉണ്ട്, ഫ്ലോട്ട് വാമുകളുണ്ട്, വാട്ടർ സ്നേക്ക് ഉണ്ട്, ക്രൊക്കഡൈൽ ഉണ്ട്, മാമൽസ് ഉണ്ട് പ്രസവിക്കുന്ന, ബേർഡ്സ് ഉണ്ട്. ദർ ഫുഡ് ഫ്രം ദ റിവർ വാട്ടർ ആണ്. ഡീകമ്പോസേഴ്സ്, ദ വേരിയസ് ബാക്ടീരിയ ആൻഡ് ഫംഗി ലൈക്ക് ACTINOMYCETS are present which act as decomposers. Diseases causing bacteria, protozoa are also present due to disposal of water, wastewater and runoff from the rainwater from the river. പുറത്തുനിന്ന് വരുന്നതിനനുസരിച്ച് കാഡിഷ് ഫിഷിൻ്റെ ഫിഗർ അതാ, സ്നാപ്പിംഗ് ടോട്ടോറിലതാ, വാട്ടർ വിൻഡോകൾ, അതേപോലെ ജീവികൾ. സ്ട്രീമിലുള്ള അല്ലെങ്കിൽ അരുവിയിലുള്ള ജീവികളെയാണ് നമ്മളതിൽ കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഫ്രഷ് വാട്ടറിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനിയുള്ളത് ഉപ്പ് രസം കൂടിയതാണ് എന്തെന്ന് പറയുന്നത് മറൈൻ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. എക്കോസിസ്റ്റം ഡിഫൈൻഡ് ആസ് എ സ്പെറ്റ് യൂണിറ്റ് ഓഫ് എർത്ത് ദാറ്റ് ഇൻക്ലൂഡ് ഓൾ ദ ഓർഗാനിസം എലോങ് വിത്ത് കോമ്പണന്റ് ഓഫ് അബോട്ടിക് കോമ്പണന്റ് വിത്തിൻ ദി ബൗണ്ടറി. മറൈൻ എന്ന് പറയുമ്പോൾ വാട്ടർ, it is 100 kind of organism including bacteria, plankton, zooplankton, fish, mammal, bird,
അബോട്ടിക് കമ്പണൻസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മെറൈൻ ലൂപ്പ് ആയിരിക്കുമല്ലോ കൂടുതലുണ്ടാകുക. മെറൈൻ എക്കോസിസ്റ്റം ഈസ് മോർ കെമിക്കലി സ്റ്റേബിൾ ദാൻ ദ ഫ്രഷ് വാട്ടർ സിസ്റ്റം ഡ്യൂ ടു ദയർ സലൈനിറ്റി. സാൾട്ട് കോൺസെൻട്രേഷൻ in an open sea is usually 3.5%. Seawater solution is 0.5 mm NaCl ആയിരിക്കും, 0.05 mm MgSO4 ആയിരിക്കും. With trace of all available matter in universe. നേരിട്ട് കുടിക്കാൻ കഴിയില്ല. പോലെ the other dominant element is sulfur, magnesium and calcium. The salinity varies with the depth and altitude. It is less near the pole at the river mouth. The dissolved oxygen content, light, temperature are also different. ഓക്കെ, ദെൻ ഇതിൽ തന്നെ പല പേരുകൾ ഇതിനകത്തുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്ലൈഡ് ഉപയോഗിച്ചുള്ളത്. The ocean relatively slow water, shallow water of ocean lie over contaminate self. Prefrontal, bottom or deep വാട്ടറിനാണ് ആ പേര് പറയുക. ബിന്ദിക് എന്ന് പറയുന്നത് ബോട്ടം സബ്സ്ട്രേറ്റിനെയാണ്. അതുപോലെ എസ്റ്റോറിയൻ നമ്മൾ വീണ്ടും പറയുന്നതാണ്. അപ്പോൾ ഇതിലെ പേരുകൾ പിന്നീട് നമ്മൾ ഉപയോഗിക്കും. മറൈൻ എക്കോസിസ്റ്റത്തിൻ്റെ കമ്പണൻസ് പറയുകയാണെങ്കിൽ നമുക്കറിയാം, പ്രൊഡ്യൂസേഴ്സ് ഓട്ടോട്രോപ്പസ് ആർ യൂഷ്വലി ദ പ്ലാന്റ്സ്. ദർ ആർ മെയിൻലി ഫോട്ടോപ്ലാക്ടോൺസ് ലൈക്ക് ഡയാറ്റോംസ്. അവിടെ ഫിഗർ കണ്ടിട്ടുണ്ട്. FLAGELLATS and microscopic alga. The number of microscopic seaweeds, weeds, such as a brown and red alga is also contribute to significant production of organic matters. ഫിഗർ നമ്മൾ പലപ്പോഴായി കണ്ടു കഴിഞ്ഞു. അതുപോലെ കൺസ്യൂമേഴ്സ്, ഹെറ്ററോട്രോപിക് ലെയർ ഈസ് എ ലാർജ് ഹൂസ് കമ്പയർ ടു ഓട്ടോട്രോപിക് ലെയർ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ കണ്ടാമിനന്റ് ഷെൽഫ് വിച്ച് ഈസ് ഫെയർലി പ്രൊഡക്റ്റീവ്. സീ ഫുഡ് ആണല്ലോ നമ്മൾ കൂടുതൽ കഴിക്കുന്ന ജീവികളുടെ പേര് കാണിച്ചിട്ടുണ്ട്. പ്രൈമറി കൺസ്യൂമേഴ്സ് ആർ ഹെർബിവേഴ്സ് ദാറ്റ് ഇൻക്ലൂഡ് ഫിഷസ്, അതുപോലെ തന്നെ MOLLUSES, and feed directly on producers. Secondary consumers are carnivores that feed on herbivores. Primary consumers, these are the various species of fishes. Herring, HERRING, അല്ലെങ്കിൽ ഫിഗർ നമ്മളതിൽ കാണിക്കുന്നുണ്ട്. ടെറിഷറി ടോപ്പ് കാർണിവേഴ്സ് എന്ന് പറയുന്നത് ഷാർക്ക്, വീൽ, WHALE. ഡീകമ്പോസേഴ്സ് ഉണ്ട്. ഡീകമ്പോസേഴ്സ് മൈക്രോബ്സ് ലൈക്ക് ബാക്ടീരിയ, ഫംഗി ആക്റ്റീവ്ലി ടേക്ക് പാർട്ട് ഓഫ് ഡീപ്ലി ഡെഡ് ഓർഗാനിക് മാറ്റേഴ്സ് ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് ആൻഡ് വിച്ച് മേക്ക് ഇൻഓർഗാനിക് ന്യൂട്രിയൻസ് അവൈലബിൾ എഗെയിൻ ടു പ്രൊഡ്യൂസ്. മണ്ണിലേക്ക് ലയിപ്പിക്കുകയും മണ്ണിൽ പിന്നെ ഇൻഓർഗാനിക് മെറ്റീരിയൽ ഉണ്ടാക്കുകയും ചെയ്യുന്നത് ഡീകമ്പോസേഴ്സ് ആണ്. പലതരം ബാക്ടീരിയയും പലതരം ജീവികളുണ്ട്. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നാമതായിട്ട് ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ളത് മറൈൻ വാട്ടറാണ്, ഉപ്പ് രസമുള്ള വാട്ടറാണ്. 40% സിന്തസിസ് നടക്കുന്നത് അവിടെയാണ്. 3 ടൈപ്പ് ഉണ്ട്. ഷാലോ ഓഷൻ വാട്ടറാണ്, ഡീപ്പ് ഓഷൻ വാട്ടർ ഉണ്ട്, ഡീപ്പ് ഓഷൻ സർഫസ് ഉണ്ട്. ഫോട്ടോപ്ലാങ്ക്ടോൺ ബേസ്ഡ് ഓൺ ഫുഡ് ചെയിൻ്റെ ബേസ് മെയിനായിട്ട് അതാണ്. ഡീപ്പ് ഓഷൻ സർഫസ്, ഷാലോ ഓഷൻ എക്കോസിസ്റ്റംസ് ഡിഫറെൻ്റ് ആണ്, സാൾട്ട് കൂടുതലാണ് എന്നതാണ്. അടുത്തതാണ് എസ്റ്റുവിനിയൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് എ ഡൈവേഴ്സ് ഓഫ് എക്കോസിസ്റ്റം ലൈ ബിറ്റ്വീൻ സീ ആൻഡ് continents. Estuarian is the area of mouth of river where the river joins sea or ocean. The other area of estuarian, naturally the coastal bay, tidal marshes, body of water behind beaches. Estuarian are strongly affected by tidal action and mixing with fresh water and land drainage. Estuarian are among the most of naturally fertile in the world. Provide nursery of ground എന്നാണ് പറയുക. നല്ല ഫലപുഷ്ടമായ ഭൂമിയായിരിക്കും അത്. For the most coastal shell fishes
shell fishes. Fish has served not only for estuarine but of share as well. The component of estuarine ecosystem are given below. ഒന്നാമത് ഏതൊക്കെ ടൈപ്പ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം എസ്റ്റേറിയൻ എന്ന് പറയുന്നതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് എന്ന് പറയുന്നത്, ഒന്നാമത് ടൈപ്പ് എന്ന് പറയാൻ കഴിയില്ല, കാരണം രണ്ടും മിക്സ് ആവണല്ലോ. അപ്പം മിക്സ് ആവുന്ന സ്ഥലങ്ങളുടെ ബേസിസിലാണ് അതിന് ടൈപ്പായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. മിക്കവാറും കോസ്റ്റൽ ബേ BAYS അല്ലെങ്കിൽ റിവർ ജോയിൻ സി, ഇങ്ങനെ രണ്ട് തരമാണ് ടൈപ്പായിട്ട് പറയാൻ പറ്റുക. അബോട്ടിക് കോമ്പണൻ്റ് ആയിട്ട് പറയുന്നത്, ജീവനില്ലാത്തതെന്ന് പറയുന്നത് സാൾട്ടും ഉണ്ടാവും, ഫ്രഷ് വാട്ടറും ഉണ്ടാവും. സലൈനിറ്റി ഉണ്ട്, ഒരു ഇൻ്റർമീഡിയറ്റ് ആയിരിക്കും. ടൈഡ് എല്ലാ ആക്ഷൻ ഉണ്ടാവും, വിൻഡ്, എയറിൻ്റെ ഫ്ലോ വിൻഡായിട്ട് മാറുന്നുണ്ടാവും. അതുപോലെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ബയോട്ടിക് കോമ്പണൻ്റ്, റിച്ച് ഓർഗാനിക് മെറ്റീരിയൽസ് ഉണ്ട്. ഇവിടെ പ്രൊഡ്യൂസേഴ്സ് ചെറിയ പ്ലാങ്ക്ടോൺസ് ആയിരിക്കും. കൂടുതൽ ഉണ്ടാവുന്നത് എന്തായിരിക്കും, മെയിൻ റിച്ച് എന്തായിരിക്കും, ഈ ഡീകമ്പോസേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ബെൻഡിക് മൈക്രോഫ്ലോറോ കൺസിസ്റ്റ് ഓഫ് ആൽഗ ലിവിങ് ഇൻ ആൻഡ് ഓൺ മഡ്, സാൻഡ്, റോക്ക് ബോഡീസ്, ഷെല്ലുള്ള ആനിമൽസും ആയിരിക്കും. Macroflora consists of a large attached plants such as seaweeds, submerged marshal grasses, mangrove trees ഒക്കെയാണ് എന്തുണ്ടാവുക ഇതിൻ്റെ അരികിൽ ഉണ്ടാവുക. ആൻഡ് കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്ലാങ്ക്ടോൺസ്, ക്രാബ്, CRABS, സെവറൽ കൈൻഡ് ഓഫ് ഷിർപ്സ്, SHRIMPS, അങ്ങനെ നേറ്റീവ് സ്പീഷീസ് ഫിഷസ്. ഡീകമ്പോസേഴ്സ് ഇൻക്ലൂഡ് ബാക്ടീരിയകൾ തന്നെയാണ്. എല്ലാ കാര്യങ്ങൾ നമ്മൾ അതിൽ എഴുതിയിട്ടുണ്ട്. നോക്കാം. ഇനി ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇറ്റ്സ് എ വെരി ന്യൂട്രിയൻ റിച്ച് എക്കോസിസ്റ്റമാണ്. സലൈനിറ്റി കൂടുതലാണ്. അതേപോലെ സെഡിമെൻ്റ് സെറ്റിൽ എപ്പോഴും വേസ്റ്റ് വന്ന് അടിയുന്ന സ്ഥലമാണ്, അല്ലെ, ന്യൂട്രിയൻ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നതാണ്. പൊല്യൂഷനും കൂടുതലായിരിക്കും, കാരണം പൊല്യൂട്ടൻ്റ് വന്ന് നമ്മൾ ഒഴുക്കുന്ന പൊല്യൂട്ടൻ്റ് കാര്യമായിട്ട് വന്ന് ജോയിൻ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. അപ്പോൾ 3 കാര്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഫ്രഷ് വാട്ടറും ഓഷ്യൻ, മെറൈൻ ഓഷ്യനും എസ്റ്റൂരിയനുമാണ്, രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള എക്കോസിസ്റ്റമാണ് കണ്ടത്. ഇതിൽ ടൈപ്പ് കോമ്പണൻസ്, അതായത് ബയോട്ടിക്കും അബോട്ടിക്കും. ബയോട്ടിക്കിൽ പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, ഡീകമ്പോസേഴ്സ്, 3ൻ്റെയും വെവ്വേറെ സാധനങ്ങളുടെ പേര് എഴുതി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ചോദിക്കുക. താങ്ക് യു.